എടാ നമ്മൾ രാവിലെ തന്നെയൊക്കെ ഒന്ന് പുറത്തിറങ്ങി നമ്മളൊന്ന് ഫ്രഷായി നമ്മുടെ ബാഗും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടോ. ഞാൻ രാവിലെ 8 മണിയായപ്പോഴത്തേക്കും രാവിലെ 8 മണിയായപ്പോഴത്തേക്കും വന്ന് ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. നമുക്ക് രാവിലെ 10:50 കേട്ടോ ട്രെയിനുള്ളത്. ഇപ്പോൾ ഇവിടെ സമയം 10 മണിയാവാൻ പോവാം. നമുക്കെന്തായാലും അകത്തേക്ക് പോയി നോക്കാം. നമ്മൾ ഇന്നലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. എടാ നമുക്ക് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ പോകേണ്ടത്. ഇത് 1ാമത്തെയാണ്. ആ കാണുന്നത് 2, അപ്പതിൻ്റെ അപ്പുറത്ത് 3. അതിൽ കയറി ക്ലോസ് ചെയ്തിട്ട് വേണം കേട്ടോ അങ്ങോട്ട് പോകാൻ. ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മുടെ ആവാൻ ചാൻസ് ഇല്ല. ഇത് തിരുവനന്തപുരം കോഴിക്കോടാണ് കേട്ടോ. ബോർഡ് കേട്ടോ, കണ്ടല്ലേ? കണ്ടോ? എടാ ഇന്നലെ നമ്മൾ മുരിങ്ങൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കളമശ്ശേരി വന്നില്ലേ? കളമശ്ശേരി വന്നിട്ട് അവൻ്റെ അടുത്ത് ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇവിടെ വന്ന് നമ്മളിവിടെ എനിക്ക് തോന്നുന്നു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നു. വെളുപ്പിന് 3 മണിയായി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് രാവിലെ 8 മണിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഇവിടെ കിടന്നു. അവിടെ ആ കാണുന്ന ഭാഗം കണ്ടോ, അവിടെ കുറേ നേരം കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അടുത്തൊരു റൂം എടുത്തു. കാരണം രാവിലെ തന്നെ ഫ്രഷ് ആവണമായിരുന്നല്ലോ. പിന്നെ ഫുഡും കഴിക്കണമായിരുന്നു, ഇത്രയും നേരമല്ലേ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി ഇതാ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടാണ്. നമുക്ക് 2 ദിവസമാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ 25-ാം തീയതി അല്ലേ. നമ്മൾ 27-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ടാണ് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2 ദിവസമുണ്ട്. 2 ദിവസം ട്രെയിനിൽ തന്നെ യാത്ര. എടാ അതേപോലെ ഇന്നലെ മുരിങ്ങൂരില്ലേ, മുരിങ്ങൂരിൻ്റെ കേസ് പറഞ്ഞപ്പോൾ കുറേ കമ്പനിക്കാരെന്നെ കളിയാക്കിയിട്ടോ. എടാ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ പറയുന്ന പോലെ കുടി മാറ്റാനോ അല്ലെങ്കിൽ മാനസിക രോഗികളെയോ അങ്ങനെയുള്ളവരൊന്നും കൊണ്ടുകിടുന്ന ഒരു സ്ഥലം മാത്രമല്ല ഈ പറയുന്ന ഈ ധ്യാനകേന്ദ്രം എന്നൊക്കെ പറയുന്നത്. നമുക്കടെ മനുഷ്യനല്ലടാ, തെറ്റ് ചെയ്യാത്തതായിട്ട് ആരുണ്ട് പോകുക എന്ന് ചോദിക്കുന്ന പോലെ ഇടയ്ക്കൊക്കെ ഒന്ന് പാളി പോവും. അങ്ങനെ പാളി പോകുമ്പോൾ ഒന്നൊക്കെ പോയി ഒന്ന് കൂടണമെന്നല്ല, പോയി നോക്ക് എന്തായാലും കേട്ടോ. ടൈമൊക്കെ കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്ക്.